ജീവനക്കാരുടെ സംഘടനയായ ചേംബർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫോർ മെഡിക്കൽ ഇംപ്ലിമെന്റ് ആൻഡ് ഡിസ്പോസിബിളിന്റെ പ്രതിനിധി നിതീഷ് പി കെ ആണ് നമ്മൾക്കൊപ്പം ഉള്ളത്. നിതീഷ് പി കെ, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ഇന്ന് ഈ മെഡിക്കൽ കോളേജ് അധികൃതരുമായിട്ട് ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ എന്ത് തീരുമാനമാണ് ഉണ്ടായത്? ഇന്ന് നമ്മൾ 3 മെഡിക്കൽ കോളേജിൽ നിന്നും ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും നമ്മൾ സ്റ്റോക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. ഇന്ന് കോഴിക്കോടും കോട്ടയം മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, എറണാകുളം GH. ഇതിപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഉറപ്പുകൾ കിട്ടിയിട്ടില്ല. നമുക്ക് സ്റ്റോക്ക് തിരിച്ചിടാൻ വിസമ്മതിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ സ്റ്റോക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് നമ്മൾ ഇന്നത്തെ 4 സ്ഥലത്തെയും അവലോകന ലോകം വൈകിട്ട് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിൽ നമ്മൾ തീരുമാനിക്കും അനന്തര നടപടി എന്താണ് ഇനി മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. നിലവിൽ എത്ര കോടിയാണ് നിങ്ങൾക്ക് ആകെ കിട്ടാനുള്ളത് സർക്കാരിൽ നിന്നും? നമുക്ക് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ നമ്മൾ ലെറ്റർ കൊടുക്കുന്ന സമയത്ത് ജൂൺ വരെയുള്ള പേയ്മെൻറ്റ് 158.6 കോടിയായിരുന്നു നമുക്ക് കിട്ടാനിരുന്നത്. നമ്മളിപ്പം ഓൾമോസ്റ്റ് ഒരു 26-27 കോടിയോളം നമുക്ക് പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആവശ്യം മാർച്ച് 2025 മാർച്ച് 31 വരെയുള്ള പേയ്മെൻറ്റ് തന്നാൽ മാത്രമേ നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള സ്റ്റോക്ക് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മാർച്ച് 2025 വരെയുള്ള പേയ്മെൻറ്റ് കിട്ടിയാൽ നമ്മൾ റീപ്ലേസ് ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ആരോഗ്യമന്ത്രി നിങ്ങളുമായിട്ട് ചർച്ച നടത്തി. അപ്പോൾ ആ ചർച്ചയിൽ അന്ന് ആരോഗ്യമന്ത്രി ഇത് എത്രയും വേഗം പരിഹരിക്കാമെന്നുള്ളൊരു ഉറപ്പല്ലേ നിങ്ങൾക്ക് നൽകിയത്? നമുക്ക് സെപ്റ്റംബർ മാസം നമ്മൾ ലെറ്റർ കൊടുത്തു, ഓഗസ്റ്റ് മാസം ലെറ്റർ കൊടുത്തു. സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ സമരം തുടങ്ങി. സെപ്റ്റംബർ 25 വരെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടാത്തത് കൊണ്ട് സെപ്റ്റംബർ 20 നമ്മൾ ലെറ്റർ കൊടുത്തു. ഒക്ടോബർ 5 നമ്മൾ സ്റ്റോക്ക് വിഡ്രോയിന് ലെറ്റർ കൊടുത്തിരുന്നു. ഒക്ടോബർ 3 DMEയുടെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. DME പോസിറ്റീവായിട്ട് 10 ദിവസത്തിനുള്ള പേയ്മെൻറ്റ് തരുന്ന ഉറപ്പ് നൽകിയിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷേ നമുക്ക് അതിനുശേഷം നമ്മൾ പറഞ്ഞ രീതിയിൽ മാർച്ച് 2000 പേയ്മെൻറ്റ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ 21 സ്റ്റോക്ക് റിട്ടേൺ ചെയ്യാനുള്ള തീരുമാനമെടുത്തത്. അതെ, ഞാൻ ചോദിക്കുന്നത് ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. നിങ്ങളുടെ കുടിശ്ശികയെല്ലാം പൂർണ്ണമായും വിതരണം ചെയ്യുമെന്നുള്ളൊരു പ്രതികരണം ആരോഗ്യവകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു നേരത്തെ. അപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുകയോ വല്ലതും ഉണ്ടായിട്ടുണ്ടോ DME അല്ലാതെ? നമുക്ക് DMEൻ്റെ അടുത്ത് അല്ലാതെ വേറെ ഉറപ്പുകളൊന്നും വന്നില്ല. DMEൻ്റെ അടുത്ത് നമുക്ക് ഉറപ്പ് കിട്ടിയിരുന്നു പേയ്മെൻറ്റ് ക്ലിയർ ചെയ്യുന്നുള്ളത്. വേറെ ഉറപ്പൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. ഇതിൽ മറ്റൊരു കാര്യം, ഈ രോഗികളുടെ കാര്യം കൂടെയാണ്. ഇപ്പോൾ അവർക്ക് ഈ കുറേ നമുക്കറിയാം സർക്കാർ ആശുപത്രിയിൽ ഒരു സർജറി നടത്തണമെങ്കിൽ ഡേറ്റുകൾ കാലങ്ങളോളം കാത്തിരുന്നതിന് ശേഷമാണ് കിട്ടുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രതിസന്ധിയല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അവർ ഇങ്ങനെ സർക്കാർ കാത്ത് ലാബ് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നമ്മൾ രോഗികൾ പ്രൈവറ്റിലേക്ക് പോകേണ്ട നിർബന്ധിതനാവും. ഇത് എത്ര നാളുകൾ കൊണ്ട് ഈ പ്രതിസന്ധി ഉണ്ട്? ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ഏപ്രിൽ സമരം തുടങ്ങിയ സമയത്ത് ഈ സമാനമായ സിറ്റുവേഷനിൽ എത്തിയ സമയത്ത് നമ്മൾ സർക്കാരിൻ്റെ ഉറപ്പ് അന്ന് ഒരു 70 കോടിയോളം ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. സർക്കാർ വരുന്ന മാസങ്ങളിൽ എമൗണ്ട് ആഡ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ ഉറപ്പിൻ്റെ മുകളിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ 2024 ഏപ്രിൽ തുടങ്ങിയ സമരം നമ്മൾ അവസാനിപ്പിച്ചത്. അതിനുശേഷം പോസിറ്റീവായിട്ടൊരു റെസ്പോൺസും കാണാത്തത് കൊണ്ടാണ് നമ്മൾ ഈ 158 കോടിയിലേക്ക് കൂപ്പുകുത്തിയത്. ഇപ്പോൾ ഒരു ഭീമമായ ഒരു കുടിശ്ശികയാണ്. അപ്പോൾ ആ കുടിശ്ശിക ഒറ്റത്തവണയായിട്ട് വേണമെന്നല്ലേ നിങ്ങൾ പ്രധാനമായും ആവശ്യപ്പെടുത്തുക? അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർച്ച് നമ്മളിപ്പോഴും ഇന്നിപ്പം ഒക്ടോബർ മാസമാണ്. നമ്മൾ സെപ്റ്റംബർ 30 വരെയുള്ള പേയ്മെൻ്റ് അല്ല ചോദിക്കുന്നത്. നമ്മളിപ്പോഴും ചോദിക്കുന്നത് 2025 മാർച്ച് 31 വരെയുള്ള പേയ്മെൻ്റ് എങ്കിലും തന്നാൽ മാത്രമേ പേരൻറ്റ് കമ്പനി നമുക്ക് നെക്സ്റ്റ് ഈ റീപ്ലേസ് ചെയ്യുന്ന സ്റ്റോക്ക് പേരൻറ്റ് കമ്പനിയിൽ നിന്ന് കിട്ടണ്ടേ. ആ പേരൻറ്റ് സ്റ്റോക്ക് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മാർച്ച് വരെയുള്ള പേയ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 20-21 മാസമായിട്ട് നമ്മൾ ചെയ്യേണ്ട എക്സ്പെൻസ്, നമ്മൾ സാലറി കൊടുക്കണം, റെൻറ്റ് കൊടുക്കണം, നമ്മൾ GST നെക്സ്റ്റ് മന്ത് അടയ്ക്കണം. ഇത്രയും എമൗണ്ട് ഞങ്ങൾ വീണ്ടും അടച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പേയ്മെൻറ്റ് 21-22 മാസമായി നിൽക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും? ഇത്തരത്തിലാണെങ്കിൽ നമ്മളെ സംഘടന എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ക്ലോസ് ഡൗൺ ചെയ്യേണ്ട ഭീമമായ നഷ്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് 21 മാസമായി പേയ്മെൻറ്റ് കിട്ടുന്നില്ലെങ്കിൽ എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും? ഈ ഏറ്റവും കൂടുതൽ എടുത്ത് ചോദിച്ചോട്ടെ, ഇപ്പോൾ മാർച്ച് വരെയുള്ള, അതായത് കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് ഒരു സമവായ ചർച്ചയ്ക്ക് ആരോഗ്യവകുപ്പ് വിളിക്കുകയാണ്. നിങ്ങളുടെ ഒരു നിലപാട് എന്തായിരിക്കും? ആ മാർച്ച് വരെയുള്ള പണം നൽകിക്കഴിഞ്ഞാൽ വിതരണത്തിന് നിങ്ങൾ തയ്യാറാകുമോ?
അല്ല, ഇതിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മൾ ഓരോ മെഡിക്കൽ കോളേജിലും ചുരുങ്ങിയത് 5 കോടി 6 കോടിൻ്റെ സ്റ്റോക്ക് നമ്മൾ കൺസൈൻമെൻറ്റ് വെച്ചിട്ടുണ്ട്. കേരളത്തിൽ 21 ഗവൺമെൻറ് കാത്ത് ലാബ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻവെൻട്രി ഹ്യൂജാണ്. ഇതിൻ്റെ മുകളിലാണ് ഈ പറയുന്ന 21 മാസം 18 മാസം ഔട്ട്സ്റ്റാൻഡിങ് വരുന്നത്. നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് ഓൺലൈൻ ടെൻഡർ വിളിച്ച് ഫർദർ നെഗോഷിയേഷൻ ചെയ്യുന്നു. ഏറ്റവും ബെസ്റ്റ് റേറ്റിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. നമ്മൾ അത്രയും സർക്കാർ ഫിക്സ് ചെയ്ത 8% മാർജിനിലാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഇത്രയും ചെറിയൊരു മാർജിനിൽ ഇത്രയും ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് കൺസൈൻമെൻറ്റ് വെച്ചിട്ട് ബിസിനസ് ചെയ്യുമ്പം നമ്മൾ 90 ദിവസമാണ് നമ്മൾ ടെൻഡറിൽ നമ്മളെ പേയ്മെൻറ്റ് ടേംസ്. അത് വന്ന് ഏകദേശം 21, 18, 20 മുതൽ 21 മാസം ആവണമെങ്കിൽ നമ്മളെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? നമുക്ക് കോവിഡിന് ശേഷം നമ്മളെ പേരൻറ്റ് കമ്പനി ഒന്നും നമുക്ക് കടം തരുന്നില്ല. നമ്മളത് പേ ചെയ്തിട്ടാണ് വാങ്ങുന്നത്. നമ്മളെങ്ങനെ മുന്നോട്ട്, നമ്മളെ ഭാഗത്ത് നിന്ന് നമ്മളെങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും? മറ്റൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ ഈ 21 കാത്ത് ലാബുകളിലും നിങ്ങൾ വിതരണം ചെയ്ത ഈ ഉപകരണങ്ങളെല്ലാം നിങ്ങൾ തിരികെ എടുക്കാനാണോ നിങ്ങളുടെ തീരുമാനം? അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 21 സെൻറ്റേഴ്സിൽ നമ്മൾ പരിയാരം മെഡിക്കൽ കോളേജും പാലക്കാട് നമ്മളെ ജനറൽ ഹോസ്പിറ്റൽ നമ്മൾ സപ്ലൈ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് അവിടെ ഫെബ്രുവരി വരെയുള്ള പേയ്മെൻറ്റ് കിട്ടി, മാർച്ചിലെ പേയ്മെൻറ്റ് അടുത്തവർ ട്രാൻസ്ഫർ ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പോൾ ആ 2 ഹോസ്പിറ്റലും പോസിറ്റീവായിട്ട് നമ്മളോട് സഹകരിക്കും. നമ്മൾ അങ്ങോട്ട് തിരിച്ചു അവരോട് പറഞ്ഞ് നമ്മൾ സപ്ലൈ സ്റ്റാർട്ട് ചെയ്തു. ബാക്കിയുള്ള 19 സെൻറ്റേഴ്സിലേ പ്രശ്നമുള്ളൂ. അപ്പം ഒന്ന് ആലോചിക്കേണ്ടത്, ഇപ്പം പരിയാരം പോലത്തെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എൻജിയോപ്ലാസ്റ്റി നടത്തുന്ന സെൻ്ററാണ് പരിയാരം മെഡിക്കൽ കോളേജ്. പരിയാരത്ത് നമുക്ക് ഫെബ്രുവരി വരെ പേയ്മെൻറ്റ് തരാൻ പറ്റുമെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് തരാൻ പറ്റുന്നില്ല? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് പേഷ്യൻസിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് ഈ 21 മാസം വരെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് വന്നത്. ഇതിൽ മുന്നോട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് നമ്മൾ ക്ലോസ് ഡൗൺ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഭീമമായ നഷ്ടത്തിലേക്ക് ഞങ്ങൾ കൂപ്പുകുത്തുന്നതിൽ പേടിയോണ്ടാണ് നമ്മൾ സപ്ലൈ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കാനുള്ളൊരു കാരണം. നിലവിൽ നിങ്ങൾക്ക് ഏത് കാത്ത് ലാബ് സെന്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പണം ലഭിക്കാനുള്ളത്? നമ്മൾ കോഴിക്കോട്, കോട്ടയം, ട്രിവാൻഡ്രം, എറണാകുളം GH ഈ 4 സെൻറ്റേഴ്സാണ് നമ്മൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത്. ഏതായാലും വളരെയധികം നന്ദിയുണ്ട് നിതീഷ് PK ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. വലിയ